വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6 37 മുതൽ 42 വരെ തിരുവചനങ്ങൾ. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞു. കുരുടനെ നയിക്കാൻ സാധിക്കുമോ? ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ? ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല. എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെയാകും. നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷണത്തെ ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? സ്വന്തം കണ്ണിലെ തടിക്കഷണം കാണാതിരിക്കെ സഹോദര, നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിയും? കപടനാട്യക്കാര, ആദ്യമേ നിന്റെ കണ്ണിലെ തടിക്കഷണം എടുത്തു മാറ്റുക. അപ്പോൾ നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ കഴിയത്തക്ക വിധം നിന്റെ കാഴ്ച തെളിയും. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന എഫാത്ത കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ലോകം മുഴുവനിലും ആയിരുന്ന് നമ്മളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നമുക്കോർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമ്മളെല്ലാവരും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളെ ആരും കുറ്റം പറയരുതെന്ന് ആഗ്രഹിക്കുന്നവരാ. ചിലരെല്ലാം വന്ന് കരയുന്നത്, ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എന്നെപ്പറ്റി പറഞ്ഞു. സഹിക്കാൻ പറ്റുകയില്ല. നമ്മൾ ഈ വിധത്തിൽ പലരും ദുഃഖിക്കുന്ന മനുഷ്യരാണ്. മറ്റുള്ളവർ നമ്മളെപ്പറ്റി കുറ്റം പറഞ്ഞത് കേട്ടിട്ട് അസ്വസ്ഥപ്പെടുന്നു. ഇത് ഈശോയ്ക്ക് ശരിക്കും മനസ്സിലായി, മനുഷ്യന് ഇങ്ങനെയുള്ളൊരു കുറവുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, നിനക്കിങ്ങനെ വിഷമമുണ്ടല്ലേ? ഉണ്ടല്ലോ. എന്നാൽ അതിനൊരു മരുന്ന് പറഞ്ഞു തരാം. എന്താ മരുന്ന്? നീ ഒരു കാര്യം ചെയ്യണം, നീ ആരെയും വിധിക്കരുത്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം, ഞാൻ പണ്ട് ഈ വചനം വായിച്ചേച്ച് സ്കൂളിൽ പോയി പഠിച്ചപ്പോൾ ഒരു കവിത പഠിച്ചത് എപ്പോഴും ചിലപ്പോൾ ഒക്കെ മനസ്സിൽ കൂടെ ഇങ്ങനെ തികട്ടി വരാറുണ്ട്. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം, കുറ്റമില്ലാത്ത ജനം കുറ്റമുള്ളവരെയും ചെറ്റു നിന്ദിക്കയില്ല തന്നുടെ ഗുണങ്ങളാൽ. അപ്പം നമ്മുടെ ഉള്ളിൽ പലപ്പോഴും നമ്മൾ കുറ്റം പറയാൻ തുടങ്ങുന്നത് നമ്മൾ കുറ്റം ചെയ്യുമ്പോഴാണ് എന്ന് നമുക്ക് ബൈബിൾ ഇങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാകും. ആദ്യമേ കുറ്റമില്ലാതിരുന്ന നമ്മുടെ
വല്യപ്പൻ എന്ന് വെച്ചാൽ വല്യപ്പൻ, നമ്മുടെ ആദപ്പൻ, അദ്ദേഹവും ആദ്യത്തെ അമ്മയും അവർ എന്തൊരു സ്നേഹമായിരുന്നു. നമ്മളെ ബൈബിളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് കൊതി വരാറുണ്ട്. അവരുടെ പ്രേമമൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സ് ഒളിഞ്ഞു നിന്ന് നോക്കും. എന്തൊരു സ്നേഹത്തിലാണ് അവർ നടക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ അവർക്കൊരു നടക്കാൻ പോക്കൊക്കെ ഉണ്ട്. ദൈവം ഇങ്ങനെ ഇറങ്ങി വരും, വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടന്നു വരും. അപ്പോഴിത് എല്ലാവർക്കും പിടിക്കുകയില്ല. അപ്പോൾ അവിടെ നിന്ന് വേറൊരുത്തനും നോക്കുന്നുണ്ട് ഇവരുടെ നടപ്പ്. ദൈവമായിട്ട് ഇവരിങ്ങനെ പാട്ടും പാടി ഇങ്ങനെ നടക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അപ്പുറത്ത് നിന്നൊരുത്തൻ ഇത് കണ്ടു. ആരാ? നമ്മുടെ ചെകുത്താൻകുട്ടിച്ചേട്ടൻ. ചെകുത്താൻകുട്ടിച്ചേട്ടൻ ഇത് കണ്ടുവെച്ച് അദ്ദേഹം എന്നാ ഉണ്ട് ആദം ചേട്ടാ, സുഖമാണോ എന്നൊക്കെ ചോദിച്ച് ചെന്ന സംഭവമൊക്കെ നമുക്കറിയാം. സുഖ, നിങ്ങളുടെ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ച പഴമൊക്കെ നന്നായിട്ട് കായ്ച്ചു കിടപ്പുണ്ടല്ലോ, എന്നാ ഇതൊക്കെ പറിച്ചു തിന്നുന്നില്ലേ? ഉണ്ട്, എല്ലാം തിന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിൽക്കുന്ന വരത്തേലെ പഴം എന്തൊരു മനോഹരം, അത് ഇതുവരെ തിന്നിട്ടില്ലേ? ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരെണ്ണം മാത്രം തിന്നരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്തോ കാര്യം, ഇത്രയും നല്ല പഴമൊക്കെ. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം, ഇത് ഉഗ്ര സാധനമാണ്. അത് തിന്നാൽ നിങ്ങൾക്ക് ഭയങ്കര അറിവ് കിട്ടുമെന്നൊക്കെ നമ്മുടെ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പം ഈ പ്രലോഭനങ്ങളെ അങ്ങുണ്ടായി. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദ്യത്തെ അപ്പച്ചനും അമ്മച്ചിയും ശരിയാണോ? കാര്യം ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞത് തിന്നാൽ നിങ്ങൾ മരിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവർക്ക് ഒരു ചെറിയൊരു സംശയമൊക്കെ അങ്ങ് തോന്നി. നമുക്കറിയാം സംശയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന എല്ലാം പാപമാണെന്നൊക്കെ തിരുവചനത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും നമ്മുടെ വല്യപ്പൻ അത് പിടികിട്ടിയില്ലായിരിക്കാം. അദ്ദേഹം ഒന്ന് സംശയിച്ചു. പിന്നെ ആദ്യം ചെറിയ മോഹം ഉണ്ടായത് പെണ്ണുങ്ങളാണെന്ന്, നമ്മുടെ വലിയ സ്നേഹം. ആദ്യം നമുക്കറിയാം ഹവ്വായെ കൊണ്ട് നിർത്തിയപ്പറഞ്ഞ് ഇതെൻ്റെ ചങ്കിൻ്റെ ചങ്കാണ്, കരളിൻ്റെ കരളാണ്, ഇതാ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും എന്നൊക്കെ പറഞ്ഞ് ഇതെൻ്റെ പ്രിയാണ് എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം പ്രേമകാവ്യങ്ങൾ അറിയാവോ അത് മുഴുവൻ അദ്ദേഹം അവിടെ നിന്ന് ചൊല്ലി സന്തോഷമായിട്ട് കുറച്ചങ്ങനെ പോയി. പക്ഷെ ഇത് നമുക്കറിയാം, ഇവിടെ ഈ കുറ്റം ആരോപിക്കപ്പെടാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? ഇവർ ദൈവത്തിൻ്റെ ഒരു കൽപ്പന അങ്ങ് ലംഘിച്ചിട്ട് സ്വന്തം ദൈവമാകാൻ തുടങ്ങിയ അവസരത്തിൽ അവരുടെ ജീവിതത്തിൽ ആകമാനം പാളിച്ചകൾ സംഭവിച്ചു എന്ന് നമുക്കറിയാം. കുറ്റപ്പെടുത്തരുത് എന്ന് പറയുന്നവർ വീണ്ടും, ഇത് നമ്മൾ മണിക്കൂറുകൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണെങ്കിലും നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെ പൂർവികർ ദൈവകൽപ്പനകളിൽ ലംഘിച്ച നിമിഷങ്ങളിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടു കുറ്റം പറയാൻ തുടങ്ങി. ആദ്യം കുറ്റം തുടങ്ങിയത് ആർക്കാ കുറ്റം? ദൈവത്തിന്. നീ എനിക്ക് പങ്കാളിയായി തന്ന ഈ പെണ്ണായി കുഴപ്പം മുഴുവൻ ഒപ്പിച്ചത്. ആദ്യം എൻ്റെ ചക്കരയാ പാന തേന എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം നിൻ്റെ തന്നെ നോട്ടപ്പെശക. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ദൈവത്തിന് കുഴപ്പമൊന്നുമില്ല. നമ്മളൊക്കെ ഇങ്ങനെയാണ്, ഞാൻ ഓക്കെ, അയാം ഓക്കെ എന്ന് പറയും. ദൈവത്തിന് ചിലപ്പോൾ പെശക് പറ്റിയെന്ന് ഞാൻ വേണേൽ നിന്നെ പഠിപ്പിച്ചു തരാമെന്നുള്ള ധാരണയൊക്കെ ഉണ്ടായി. പക്ഷേ നമുക്കറിയാം ഇതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരുന്നു എന്ന്. ദൈവത്തെ മാറ്റി നിർത്തി നമ്മുടെ ചെകുത്താൻ ചേട്ടൻ്റെ വാക്ക് കേട്ടപ്പോൾ അവരുടെ ജീവിതം ആകമാനം താളം തെറ്റി. പിന്നെ അവർക്ക് പള്ളി പോകാനൊക്കെ മടിയായി. പള്ളി എല്ലാ ദിവസവും ദൈവം വരുന്നത് എപ്പോഴാണ് വരുന്നത്? എഫാത്ത പ്രാർത്ഥന കൂട്ടായ്മ ചൊവ്വാഴ്ച ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പോകാൻ നേരമായപ്പോഴത്തേനും ഒരു ചൊറിച്ചില്, ഒരു മാന്തല്, ഒരു കടി, എന്തെല്ലാം പ്രശ്നം, ഇന്ന് പോകണ്ട, തലയിലൊരു ചൊറിച്ചില്, ഇങ്ങനെ പലതും. അപ്പം കാലിൻ്റെ മുട്ടിനൊരു വേദന, വേണ്ട. ഇങ്ങനെ നമ്മൾ ചെകുത്താൻ കുട്ടിച്ചേട്ടൻ പലപ്പോഴും നമ്മളെയും പ്രലോഭനങ്ങൾ അയച്ച് നമ്മളെ വീഴിക്കാൻ നോക്കും. പ്രിയപ്പെട്ടവരെ, ഇത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ വളരെ ജാഗ്രതയോടെ ഇരിക്കണം.
നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം തമ്പുരാനെ നമ്മൾ എപ്പോഴും പ്രതിഷ്ഠിച്ച് സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ എപ്പോഴും നമ്മൾ വിചാരിക്കും ഞാൻ ദൈവത്തോടു കൂടിയാണ് നടക്കുന്നതെന്നൊക്കെ ചിന്തിച്ച് നടക്കും. പക്ഷേ ദൈവത്തിൻ്റെ കൂടെയല്ല നമ്മുടെ നടപ്പ്. പലപ്പോഴും ചിലപ്പം ആരോടെങ്കിലും നമുക്ക് വെറുപ്പുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുന്നത് ആരാ മക്കളെ? ഈശോയാണോ? അമ്മച്ചിയോട് ചെറിയ കുറുമ്പുണ്ടായാൽ മതി, അപ്പം കുട്ടിപ്പിശാച് ചെറിയ സാധനമാണ്, അവൻ മതി. ചെറിയൊരു കൊതുക് വന്ന് കുത്തിയാൽ നമ്മുടെ പ്രാർത്ഥന പോകുമെന്ന് പറഞ്ഞതുപോലെ ഈ കുഞ്ഞൊരു കൊതുകായിട്ട് ചിലപ്പം അവനിങ്ങനെ വരും. അപ്പം നമ്മൾ ആകെ കുഴപ്പക്കാരായി മാറും. ഇതുകൊണ്ട് നമ്മൾ എപ്പോഴും വളരെ ജാഗരൂകരായിട്ട് നോക്കണം. നമ്മുടെ വണ്ടിയെല്ലാം വളരെ കണ്ടീഷനാണെങ്കിലും ചിലപ്പം അതിൻ്റെ ബാറ്ററിക്കൊരു ചെറിയ കംപ്ലൈൻ്റ് ഉണ്ടായാൽ സ്റ്റാർട്ട് ചെയ്യല്ലാത്തതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മതി നമ്മുടെ ജീവിതത്തിൻ്റെ താളം, അതിൻ്റെ പൊതുവെ മനോഹരമായ ഒഴുക്കിന് തടസ്സം വയ്ക്കാൻ. അതുകൊണ്ടാണ് കർത്താവ് ഇന്ന് പ്രത്യേകം പറഞ്ഞത്, നിങ്ങൾക്ക് കുറ്റം നിങ്ങളുടെ മേൽ ആരോപിക്കപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങളും ആരെയും കുറ്റം വിധിച്ചേക്കരുത്. പിന്നെ നിങ്ങൾ ക്ഷമ കിട്ടണോ? നിങ്ങൾ ആദ്യം ക്ഷമിച്ചിരിക്കണം. ക്ഷമിച്ചാലേ നിങ്ങൾക്ക് ക്ഷമ കിട്ടുള്ളൂ. നമ്മൾ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ചെല്ലുമ്പോഴും ചിലപ്പം അങ്ങ് ചെല്ലിപ്പോകും. ഈ ജനം അധരം കൊണ്ട് ബഹുമാനിക്കുന്നു, ഹൃദയം എന്നിൽ നിന്ന് ഒത്തിരി അകലെയാണ്. അവരുടെ ഹൃദയത്തിൽ ദൈവസ്നേഹമില്ലെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ ചിലപ്പോൾ പാരയാകുന്നത്. ചിലർ പറയും പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിന്നെ പ്രശ്നമാണ്. അതിൻ്റെ കാരണം എന്നാന്ന് അവർ മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കാത്തന്നതാ എൻ്റെ ഉള്ളിൽ ഈ ഞാൻ ക്ഷമിച്ചിട്ട് ഏതാണേലും ദൈവത്തിൻ്റെ എനിക്ക് എന്തെങ്കിലുമൊക്കെ വേണം, എഫാത്തായി പോയിട്ട് അനുഗ്രഹമൊക്കെ വേണം. പക്ഷേ അപ്പനോട് ക്ഷമിച്ചിട്ട്, അമ്മയോട് ക്ഷമിച്ചിട്ട്, ഭാര്യയോട് ക്ഷമിച്ചിട്ട് എനിക്കിതൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ വഴികളിലൂടെ ദൈവത്തെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് പലപ്പോഴും നമ്മൾ നടത്തുക. നമ്മൾ ക്ഷമിക്കാതെ നമുക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് കർത്താവ് പ്രത്യേകം പറഞ്ഞത്, നിങ്ങൾ ക്ഷമിക്കണം, എന്നാലേ നിങ്ങൾക്ക് ക്ഷമിച്ച് കിട്ടുള്ളൂ. നമ്മളെല്ലാം പിടിച്ചു വെച്ച് എനിക്കെല്ലാവരുടെയും കിട്ടിയാൽ എന്നെ എല്ലാവരും സഹായിക്കണമെന്ന് പറയും. പക്ഷെ ഞാൻ ആരെയും സഹായിക്കുകയില്ല. നമ്മൾ ഈ വിധത്തിലാണോ? നിങ്ങൾ കൊടുത്താലേ നിങ്ങൾക്ക് കിട്ടൂ, ഇല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്താലും അതൊന്നും ഫലവത്താകുകയില്ല. അതുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും നമ്മൾ യേശുവിൻ്റെ കൃപ കൊണ്ട് നിറയുന്ന വ്യക്തികളാകണം. എൻ്റെ ഉള്ളിൽ ഞാൻ എന്നെക്കുറിച്ച് എൻ്റെ വിലയെ ഓരോ ദിവസവും ഞാൻ തിരിച്ചറിയണം. എൻ്റെ ഉള്ളിൽ ഈശോയെ എപ്പോഴും ഞാൻ കൊണ്ടു നടക്കാൻ ശ്രമിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഇത് നമ്മൾ ഓർക്കണം. വചനം പറയാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ അകത്ത് പോയിരിക്കുന്നത് അത്ര നല്ലതല്ലെന്ന് പാട്ടുകാരിലൂടെ ചിലപ്പോൾ പിശാച് വരും കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ അവിടെ ഇരുന്ന പാട്ടിനെക്കുറിച്ച് ചിന്തിക്കാനാണ് എങ്കിൽ പോലും അതും നല്ലതാണോ എന്ന് പരിശുദ്ധാത്മാവിനോടൊന്ന് ചോദിച്ചു നോക്കണം ഇടയ്ക്കിടയ്ക്ക്. അല്ലെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ ഈ പാട്ടാണോ നല്ലത്? അവിടെ ചിലപ്പോൾ നമുക്കൊരു കുഴപ്പമുണ്ട്. എൻ്റെ മഹത്വം പാട്ടിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നെങ്കിൽ പോലും പാട്ട് പാടുന്നതിൻ്റെ ഇടയിലും ചിലപ്പം ചെറുത്താൻ കയറി വരും. അതുകൊണ്ട് പിശാചിനൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കാതിരിക്കാൻ നോക്കണം. വചനം കേൾപ്പിക്കാതിരിക്കാൻ വേണ്ടി പാട്ടുകാരോട് പറയും, നിങ്ങൾ നല്ല പാട്ടാണ് നിങ്ങളുടേത്, അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്ന് ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് അടുത്തത് വരുമ്പം എന്നാൽ നിങ്ങളെ എല്ലാവരും അപ്പോൾ പാട്ട് പാടുന്നവരെല്ലാവരും ഗംഭീരമാകുമെന്ന് പുറത്തുനിന്ന് ലോകത്തുനിന്ന് 10 പേര് പറഞ്ഞ് കേട്ടെങ്കിലോ എന്ന് ഓർത്ത് പാവപ്പെട്ട മക്കൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നേരത്തെ പ്രാർത്ഥിച്ചൊരുങ്ങാമെങ്കിൽ നന്നായിരിക്കും. നമ്മളെപ്പോഴും അരൂപിയുടെ ചൈതന്യം ദൈവകൃപയിൽ നിറഞ്ഞ് ശക്തി തേടി ഓരോ ദിവസവും അഭിഷേകം പ്രാപിക്കണം. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ യേശു തമ്പുരാന് യഥാർത്ഥമായ സ്ഥാനം കൊടുത്ത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ അശുദ്ധിയും നമുക്ക് ഓരോ ദിവസവും കഴുകിക്കളഞ്ഞ് വിശുദ്ധരുടെ പട്ടികയിലേക്ക് നമുക്കും ഇടം നേടാൻ വേണ്ടി പരിശ്രമിക്കാം. നമുക്ക് 2 വിശുദ്ധരെ കേരള സഭയ്ക്ക് ഈ അടുത്ത് കിട്ടി. പരിശുദ്ധ പിതാവ് നമ്മുടെ ബെനഡിക്റ്റ്, ഇപ്പോഴത്തെ നമ്മുടെ ഫ്രാൻസിസ് പാപ്പ
പ്രത്യേകം പറയുകയുണ്ടായി, കേരള സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. നമുക്ക് കൂടുതൽ കൂടുതൽ വിശുദ്ധരുണ്ടാകണം. അതിന് നമ്മളെ തന്നെ ഒരുക്കാം. എഫാത്ത ശുശ്രൂഷയിലൂടെ അനേകം വിശുദ്ധാത്മാക്കൾ ലോകത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഓരോരുത്തരെയും, വിൽസൺ ബ്രദറിനെയും ഓരോ ശുശ്രൂഷകരെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഓരോ ദിവസവും വചനം കേട്ട് കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിച്ച് തിന്മയുടെ എല്ലാ ശക്തികളെയും എതിർത്ത് തോൽപ്പിച്ച് ആത്മശക്തി കൊണ്ട് നിറഞ്ഞവരായി നമുക്ക് കൂടുതൽ കൂടുതൽ തീക്ഷ്ണതയോടെ അവിടുത്തെ വേല ചെയ്യുന്നവരായി തീരാം. ലോകം മുഴുവനിലും യേശു മഹത്വപ്പെടാൻ, യേശുവിൻ്റെ സ്നേഹം അറിയപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ഈ ശുശ്രൂഷ എല്ലാ ദേശങ്ങളിലും എല്ലാ മക്കൾക്കും രോഗശാന്തിയും സൗഖ്യവും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന ശക്തിയായി തീരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.